ഹായ്, ഐ എം ഷൈന സന്തോഷ് ഫ്രം ഡാസിൽ ഡിസൈൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസുമായിട്ടാണ്. അത് ടോപ്പും ബോട്ടവും കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഡോറിയയിൽ വരുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ പാറ്റേണിലുള്ളതാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡ് ആണ്. നല്ല ബേസ് കളർ വരുന്നത് ബ്രിക്ക് റെഡ് ആണ്. ആ ബ്രിക്ക് റെഡിനകത്ത് ഒരു ക്രീം കളറും ബ്ലാക്കിന്റെയും കൂടെ ഉള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു നല്ല ബോർഡറും വന്നിട്ടുണ്ട്. നല്ല ആ ഒരു ബ്ലാക്കും എല്ലാം കൂടെ ഉള്ള ആ ഒരു ബോർഡറും ഇങ്ങനെ സൈഡ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വന്ന മെറ്റീരിയൽ ആണ് എൻ്റെ ഇത്. ഞാൻ ഈ ഒരു ബോർഡർ വെച്ച് ഒരു അഗ്രഖ പാറ്റേണിലാണ് ഞാൻ എൻ്റെ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ബോർഡർ നമുക്കൊരു വി കോളർ പോലെയോ അല്ലെങ്കിൽ ആ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള വി നെക്ക് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് നല്ല ലെങ്ത് വന്നിട്ടുണ്ട്. ശരിക്കും ഇതിന് 2.5 മീറ്റർ കൂടുതൽ ലെങ്ത് ആണ് ഇതിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോയിന്റ് ഒന്നും കൊടുക്കാതെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ടോപ്പിന്റെ ലുക്ക് വരുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ട ഡോറിയ ആണ് ഇതിന്റെ ഫാബ്രിക് വന്നിരിക്കുന്നത്. കോട്ട ഡോറിയയില് ഇതിന്റെ ആ ഒരു പ്രിന്റ്സ് വന്നിരിക്കുന്നത് ഒരു സിക്സാഗ് രീതിയിലും അതുപോലെ തന്നെ ലീഫി പ്രിന്റുമായിട്ടൊക്കെ ഇങ്ങനെ വേർട്ടിക്കൽ ടൈപ്പിലാണ് വന്നിരിക്കുന്നത്, വേർട്ടിക്കൽ രീതിയിലാണ്. അതുപോലെ തന്നെ ടോപ്പിന്റെ ആ ഒരു പ്രിന്റ്സ് ഇതിന്റെ ആ ഒരു രണ്ട് എൻഡിലും വരുന്നുണ്ട്. അതുപോലെ അതിന് ടാസൽസ് അറ്റാച്ച്ഡ് ആയിട്ടുമാണ് വരുന്നത്. പിന്നെ കോട്ട ഡോറിയയ്ക്കകത്ത് നമ്മൾ ആ ഒരു ദുപ്പട്ടയിൽ കാണുന്ന ഒരു സെറി വീവിങ്, ഒരു ഗോൾഡൻ സെറി വീവിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. ദുപ്പട്ടയ്ക്കാണെങ്കിൽ നല്ല ലെങ്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ബോട്ടം വരുന്നത് ആ ഒരു ക്രീം ഷെയ്ഡില് ബ്ലാക്ക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ആ ബോട്ടത്തിന്റെ ആ ഒരു പ്രിന്റ്സ് ആണ് ഇതിന്റെ ആ ഒരു ദുപ്പട്ടയുടെ ആ ഒരു സെന്ററിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ബോട്ടത്തിലും ആ ഒരു ബോർഡേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ബോർഡർ ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ സെറ്റിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1350 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ബ്ലാക്കിനകത്ത് ആ ഒരു റെഡും ആ ഒരു ക്രീമിന്റെയും കൂടെ ഒരു പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ആ ജയ്പൂരിന്റെ ആ ഒരു ട്രഡീഷണൽ പ്രിന്റ്സ് ആണ് എല്ലാത്തിനും വന്നിരിക്കുന്നത്. ബഗ്രു പ്രിന്റ്സ്, അതുപോലെ സംഗനേരി പ്രിന്റ്സ് ഒക്കെ, അതൊക്കെയാണല്ലോ ജയ്പൂരിന്റെ ആ ഒരു പ്രിന്റ്സ്. അങ്ങനത്തെയുള്ള പ്രിന്റ്സ് ആണ് ഇതിനകത്തെല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലോറൽ ആണ് ഇതിനകത്തെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന്റെ സൈഡ്സിലാണെങ്കിൽ നല്ലൊരു ബോർഡറും വന്നിട്ടുണ്ട്. ബ്ലാക്കും റെഡും കൂടെ ആയതുകൊണ്ട് പിന്നെ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഇതിന് നല്ല ലെങ്ത് വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ടോപ്പിന്റെ ലുക്ക് വരുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ആ ഒരു ക്രീം ഷെയ്ഡില് ആ ഒരു റെഡ് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ലൈൻസ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സെറി വീവ്സും ഉണ്ട്. ആ ഒരു സൈഡ്സിൽ ആ ഒരു സെറി വീവ്സും ഉണ്ട്. എൻഡില് ആ ഒരു ടോപ്പിന്റെ പ്രിന്റ്സും ആണ് വന്നിരിക്കുന്നത്. ഇതിന് നോക്കിയാൽ നിങ്ങൾ നല്ല ലെങ്ത് ആണ് ഇതിനൊക്കെ. ഇപ്പൊ രണ്ട് സൈഡിലോട്ടൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യാനാണെങ്കിലും നല്ലൊരു ഭംഗിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ. ഈ ഒരു ബോർഡേഴ്സ് നിങ്ങൾ കളയരുത്. ഈ ബോർഡേഴ്സ് നിങ്ങളത് യൂസ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ വരും ഇതിന്റെ ഒരു ലുക്ക്. ബോട്ടം വരുന്നത് ഈ ഒരു നമ്മുടെ ദുപ്പട്ടയുടെ ആ ഒരു പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിലും ബോർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ബോട്ടം ശരിക്കും ഒരു പലാസോ അല്ലെങ്കിൽ ഇച്ചിരി ലൂസായിട്ടൊക്കെ പലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ബ്ലാക്ക് ബോട്ടം ഉണ്ടെങ്കിൽ ബ്ലാക്ക് ബോട്ടം ഇട്ടിട്ട് ഇത് വെച്ച് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് തയ്ക്കാം, നല്ല കോളർ നെക്ക് ഒക്കെ വെച്ച്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഈ ഒരു യോക്കൊക്കെ കൊടുത്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ രണ്ട് ഡബിൾ ടോപ്പായിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1350 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു വയലറ്റും ലാവൻഡറും കൂടെ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡാണ്. ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു ഷെയ്ഡ് അല്ല, കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു ജാൾ പ്രിന്റ്സ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂവും വൈറ്റും ബ്ലാക്കും എല്ലാം കൂടെ ആണ്. നല്ലൊരു ബോർഡേഴ്സും ഇതിനും വരുന്നുണ്ട്. ഇതിന് നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഇത്രയും ലെങ്ത് ഉണ്ട്. ഞാൻ ഒരു 49 ഇഞ്ചൊക്കെയാണ് ഞാൻ സാധാരണ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല ലെങ്തിൽ ഇതിന് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഫാബ്രിക് ഉണ്ട്.
ഇതിന്റെ ദുപ്പട്ട നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഒരു വൈറ്റ് കളറില് ചെറിയ ബ്ലൂ പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സും ഉണ്ട്, ആ ഒരു സെറി വീവ്സും ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടോപ്പിന് ആ ഒരു വലിയ പ്രിന്റ്സ് ആയതുകൊണ്ട് ആ ദുപ്പട്ടയ്ക്ക് ആ സ്മോൾ പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ നല്ല ഇങ്ങനെയൊക്കെ ഇടാനാണെങ്കിലും നമുക്ക് ഈ രണ്ട് സൈഡിലോട്ടൊക്കെ ഇടാനായിട്ടൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ വരും ഇതിന്റെ ഒരു ലുക്ക്. ഇതിന് നല്ല ലെങ്ത് ആണ്, ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത് ഉണ്ട് ഇതിന്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ബോട്ടത്തിന്റെ പ്രിൻസ് ഇതാണ് വരുന്നത്. നമ്മുടെ ആ ഒരു കാക്ടസിന്റെ ഒക്കെ ആ ഒരു ചെടിയുടെ ഒക്കെ ഒരു പ്രിൻസ് പോലത്തെയാണ് ഇതിന്റെ ഒരു പ്രിൻസ് വരുന്നത്. വൈറ്റ് കളറാണ് ഇതിന്റെ ബോട്ടം, വൈറ്റ് കളറിൽ ബ്ലൂ പ്രിൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ദുപ്പട്ടയിലും വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1350 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ ആണ്. മസ്റ്റർഡ് യെല്ലോയിലും ആ ഒരു ബ്ലാക്കും വൈറ്റിന്റെ ഒക്കെ ആ ഒരു പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ നല്ലൊരു ബോർഡേഴ്സും വന്നിട്ടുണ്ട്. ഈ മസ്റ്റർഡ് യെല്ലോ ആയതുകൊണ്ട് ഈ ഒരു ബ്ലാക്കിന്റെ ആ ഒരു ബോർഡേഴ്സ് വെച്ച് നിങ്ങൾക്ക് നെക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം, സ്ലീവിലൊക്കെ കൊടുക്കാമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഇതിന്റെ ബോട്ടം ഇതിന്റെ അകത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളറിലെ ബ്ലാക്ക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബോട്ടം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇതിനൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബോട്ടം ഇട്ടാലും നല്ലതായിരിക്കും. എന്നിട്ട് നമുക്കൊരു ആ ഒരു അത് വെച്ചിട്ടാണെങ്കിലും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ദുപ്പട്ട വരുന്നത് ആ ഒരു ബോട്ടത്തിന്റെ ആ ഒരു കളറും ആ ഒരു പ്രിന്റ്സും ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ടയിലും ആ ബോർഡേഴ്സും സെറി വീവ്സും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ കോട്ട ഡോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ കോട്ടൺ കോട്ടയാണിത്. ഇത് മിക്സ് ഒന്നും ഉള്ളതല്ല. അതുപോലെ നല്ല വെയർ ചെയ്യാൻ നല്ല ഒരു സുഖമായിരിക്കും ഇത് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഒരു സ്റ്റിഫ്നെസ് അങ്ങ് മാറുവാണെങ്കിൽ വേണമെങ്കിൽ സ്റ്റാർച്ച് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ബോട്ടം ഇതിനകത്ത് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1350 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു രാമഗ്രീൻ ആണ്. ആ രാമഗ്രീനിനകത്തും ആ ഒരു ഓഫ് വൈറ്റും അതുപോലെ ബ്ലാക്കും ഒക്കെ പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബോർഡേഴ്സും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആ ഒരു ക്രീം കളറിലെ ആ ഒരു ബോട്ടമാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ലുക്ക് ഇങ്ങനെ വരും. ഇതിനിപ്പം ലെങ്ത് ചിലപ്പോൾ മറ്റേതിന്റെ അത്രയും ചിലപ്പോൾ ഇതിനകത്ത് ലെങ്ത് കിട്ടത്തില്ലായിരിക്കും. ഒരു നേരത്തെ നമ്മൾ കാണിച്ചതിന്റെ അത്രയും ലെങ്ത് ഇതിന് വരുന്നില്ല. കാരണം ഇത് ബോട്ടവും കൂടി ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പം ഒരു 49 ഒക്കെ കൊടുക്കേണ്ടവർക്ക് ഒരു ചെറിയ ജോയിന്റ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. എന്നാലും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ എന്താ ഇത്രയും ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആ ഒരു നമ്മുടെ ബോട്ടത്തിന്റെ അതേ പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു എല്ലാ ദുപ്പട്ടയും സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ കോട്ട അല്ലെങ്കിൽ കോട്ട ഡോറിയ എന്ന് പറയുന്നത്. നല്ല ഒരു എലഗൻസ് ആണ് അതിന്റെ ആ ഒരു നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു എലഗൻസ് ആയിരിക്കും ഇത് ഇട്ട് കഴിയുമ്പോൾ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1350 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് കാണിച്ചത്. എല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഭംഗിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഇടാനായിട്ട്. അതുപോലെ ഇനി അടുത്ത കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സെൻഡ് ചെയ്താൽ മതി. താങ്ക്